നമസ്കാരം. ലോകത്ത് കണ്ടെയ്നറൈസേഷൻ ആരംഭിച്ചിട്ട് അടുത്ത വർഷം 70 വർഷം പൂർത്തിയാവുകയാണ്. വളരെ രസകരമായ നിരവധി സംഭവങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ട്രിവാൻഡ്രം സെയിലിംഗ് മിലിറ്ററി ആരംഭിക്കുന്നു. ഒരു കണ്ടെയ്നർ വളരെ ക്ലോസ് ആയിട്ട് കാണാൻ സാധിച്ച ഒരു സന്ദർഭമായതുകൊണ്ടാണ് ഇന്നത്തെ റിപ്പോർട്ട് ഇങ്ങനെ അവതരിപ്പിക്കാൻ തോന്നിയത്. വസ്തുത്തിൽ മഹാനായ മാൽക്കം മക്ലീനാണ്. ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എങ്ങനെയാണ് ഈ മേഖലയിൽ പ്രവർത്തിച്ചത്, മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ദ ബോക്സ്, അതിന്റെ നട്ട്ഷെൽസ്, സ്നിപ്പെറ്റ്സ് ഓരോ ആഴ്ചയും ന്യൂസ് ലെറ്ററിലുണ്ട്. വളരെയധികം ത്യാഗം സഹിച്ച് പാടുപെട്ട്, അദ്ദേഹം അല്ല തുടക്കക്കാരനെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് മുമ്പും ഈ ആശയമുണ്ടെങ്കിലും കൃത്യമായും ഇത് നടപ്പാക്കിയെടുത്ത് വിജയിപ്പിച്ചയാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹമാണ് ഇതിന്റെ പൂർണ്ണ അവകാശി. ഈ കഥ പറയാൻ കാരണം, നമ്മുടെ മുമ്പിലൂടെ അല്ല, കുറച്ചുള്ളിലൂടെ, നമ്മുടെ ഉൾക്കടലിലൂടെ ഒരു കപ്പൽ ഇപ്പോൾ പോവുകയാണ്. OCL ഡാഫോഡിൽ എന്നാണ് കപ്പലിന്റെ പേര്. ഏതെങ്കിലും കാലത്ത് നമ്മുടെ ഇവിടെ വരുമായിരിക്കും, OCL ഒക്കെ വരുമായിരിക്കും. ഈ കപ്പൽ പുറപ്പെട്ടപ്പോൾ ആരോ എടുത്തയാളുടെ പേര് ഡാരിയൽ റോഡ്രിക്സ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ഹരീഷ് എന്ന് പറയുന്ന സെയിലിംഗ് മിലിറ്ററിയുടെ സുഹൃത്താണ് ഇത് അയച്ചു തന്നത്. അദ്ദേഹം ഈ കണ്ടെയ്നർ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഈ കപ്പലിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കണ്ടെയ്നർ എടുത്തു വയ്ക്കുന്ന വീഡിയോയിൽ നിന്ന് ഒരു ഷോട്ട് ഫ്രീസ് ചെയ്ത് എനിക്ക് അയച്ചിട്ട് പറഞ്ഞു, ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ട്രാക്ക് ചെയ്തപ്പോൾ വളരെ രസകരമായ ചില സംഭവങ്ങളാണ്. ഒന്ന്, ഈ മാൽക്കം മക്ലീൻ എന്ന് പറയുന്ന മഹാൻ ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അത് ഇവോൾവ് ചെയ്ത് വരികയായിരുന്നു. പുസ്തകം കൃത്യമായും പറയുന്നുണ്ട് അത് എങ്ങനെയാണ് കണ്ടെയ്നറൈസേഷൻ എന്നുള്ള പ്രക്രിയ. പോർട്ടുകൾ, ക്രെയിനുകൾ, കപ്പലുകൾ തുടങ്ങിയ ഒരു വമ്പൻ മാറ്റമാണ്. അതുപോലുള്ള മാറ്റമൊക്കെ പിന്നീട് ഉണ്ടായിരിക്കുന്നത് കമ്പ്യൂട്ടറൈസേഷനിലൂടെയും പിന്നെ ഇന്റർനെറ്റിലൂടെയും ഒക്കെയാണ്. ഇത് ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ചതാണ് ഈ കണ്ടെയ്നറൈസേഷൻ. അപ്പൊ ഈ കപ്പൽ OCL ഡാഫോഡിൽസ് നമ്മുടെ മുമ്പിലൂടെ ലയം ചെബാങ്, നമുക്കിപ്പോൾ വളരെ പരിചയമുണ്ട്. ഇവിടെ വന്ന GSL നിങ്ബോ ഇപ്പോൾ ലയം ചെബാങ് അടുക്കുകയാണ്, തായ്ലൻഡിലെ. അപ്പൊ ലയം ചെബാങ്ങിലോട്ട് ന്യൂയോർക്കിൽ നിന്ന് നേരിട്ട് പോവുകയാണ്. ലയം ചെബാങ്ങിലോട്ട് ഈ പറയുന്ന OCL ഡാഫോഡിൽ. അപ്പൊ ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ്, ലോകം എത്ര ചെറുതാണെന്ന് നോക്കണം. ഇപ്പോൾ ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഈ ഡാരിയൽ റോഡ്രിക്സ് ഒരു വീഡിയോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. കപ്പൽ ഇവിടെ എത്തുന്നതിന് മുമ്പ് ആ വീഡിയോ ഒക്കെ നമുക്ക് കിട്ടുകയും നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു. ഒരു ചെറിയ വീഡിയോയാണ്, പക്ഷെ അതിനകത്ത് ഒരുപാട് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇതിന്റെ മുഴുവൻ വീഡിയോ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ പറയുന്ന കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കാരണം പലപ്പോഴും പേടിയാണ് മറ്റുള്ളവരുടെ വീഡിയോസ് ഒക്കെ ഉപയോഗിക്കാൻ. അപ്പൊ എന്തായാലും മുഴുവൻ കാണണമെന്ന് ആഗ്രഹമുള്ളവരൊരു മെസ്സേജ് അയച്ചാൽ മതി, അയച്ചു തരാം. കാണിക്കാൻ പറ്റുന്ന ചെറിയ ഭാഗം കാണിക്കാം. ഒരു കണ്ടെയ്നർ ലിഫ്റ്റ് ചെയ്ത് എങ്ങനെയാണ് ക്രെയിൻ കൊണ്ട് അതിന്റെ ഓൺ ബോർഡ് എന്ന് പറയാം, കപ്പലിന്റെ മുകൾ ഭാഗത്ത്, ഡെക്കിന്റെ ഭാഗത്ത് ഫിക്സ് ചെയ്യുമ്പോൾ, അത് ഫിക്സ് ചെയ്യുക കറക്റ്റായിട്ട് ലോക്ക് ആവാതിരിക്കുമ്പോൾ വീണ്ടും ആ ക്രെയിൻ ലോക്ക് ചെയ്യപ്പെടുന്നത് എങ്ങനെ, ഇത്രയൊക്കെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് കണ്ടെയ്നറൈസേഷന്റെ തുടക്കകാലം മുതൽ ഉണ്ടായിരുന്നു. അവരതിനുവേണ്ടിയൊക്കെ പ്രയത്നിച്ചിരുന്നു. കണ്ടെയ്നറിന്റെ സൈസ്, കണ്ടെയ്നർ എങ്ങനെ ലോക്ക് ചെയ്യണം, ഏത് ക്രെയിൻ ആയിരിക്കണം, ക്രെയിൻ എങ്ങനെ എടുക്കണം, എങ്ങനെ ഫിക്സ് ചെയ്യണം, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് അടങ്ങുന്ന ഒരു പുസ്തകമാണ് ദി ബോക്സ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വായനക്കിടയിലാണ് ഈ വീഡിയോ കിട്ടിയപ്പോൾ വളരെ രസകരമായി തോന്നി. ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കപ്പലിൽ സഞ്ചരിച്ചവർക്കറിയാം, പോർട്ടിൽ ജോലി ചെയ്യുന്നവരുമൊക്കെ കണ്ടിട്ടുണ്ടാവാം ആ കണ്ടെയ്നർ എങ്ങനെയാണ് ലോക്ക് ആവുന്നത്. അപ്പൊ ഇത്തരം വിഷയം പറയാൻ കാരണം, നമ്മുടെ ഇവിടെ അറ്റ്മോസ്റ്റ് 8 ഇപ്പോൾ ന്യൂയോർക്കിൽ നിന്ന് വന്ന കപ്പലുണ്ട്. അതേസമയത്ത് ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെട്ടത് 14:10 അവിടെ നിന്ന് പുറപ്പെട്ടത്. 26:11 ലയം ചെബാങ്ങിലെത്തും. നമ്മുടെ ഇവിടെ 26 ദിവസം കൊണ്ട് അറ്റ്മോസ് 8 എത്തിക്കഴിഞ്ഞു. അപ്പോ നമുക്ക് ഇതൊക്കെ സംസാരിക്കാൻ അവസരം നൽകിയതും നമ്മുടെ പോർട്ട് എന്ന് പറയുന്ന ഒരു വലിയ സാധ്യതയും സ്വപ്നവും മുന്നോട്ട് കൊണ്ടുപോകുന്നതും വാസ്തവത്തിൽ നമ്മളെല്ലാവരും മഹാനായ മാൽക്കം മക്ലീനോട് വളരെ അധികം കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം 70 വർഷം തികയുന്ന
സന്ദർഭത്തിൽ നമ്മളത് വലിയ തോതിൽ ആഘോഷിക്കേണ്ടതാണ്. നമ്മൾ ആഘോഷിച്ചില്ലെങ്കിലും മനോരമ പത്രം ആഘോഷിക്കുമെന്ന് ഉറപ്പാണ്. അവരങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച കേരളത്തിലെ ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് ഈ പ്രൊജക്ടിനെ തുലയ്ക്കാൻ തുടക്കകാലത്ത് അവഗണനയായിരുന്നു. ഒരു കാരണവശാലും ഇത് വരരുത് എന്നുള്ള തരത്തിലുള്ള അവഗണനയായിരുന്നു. ഞങ്ങൾ പോയി സംസാരിച്ചിട്ടുള്ള ഡയലോഗ് എന്താണെന്നറിയാമോ? ഒരു വാർത്ത, ഇത് പറയുന്നത് 30 വർഷം ഒക്കെ തുടക്കകാലത്തെ കാര്യമാണ്. ഒരു വാർത്ത ചരമ പേജിലെങ്കിലും നിങ്ങൾ കൊടുക്കണം, 2 വരി ചരമ പേജിലെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞ അനുഭവം ഞങ്ങൾക്കുണ്ട്. ഇത് കേട്ട ആളുകൾ ഒരുപക്ഷെ ഇപ്പോൾ ഊറിച്ചിരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളൊരു കാലത്ത് അത്രയും തീക്ഷ്ണമായ അവഗണന നേരിട്ടത്, കാരണം പ്രധാന പത്രത്തിൽ വരാതെ മറ്റേതിലെങ്കിലും വന്നിട്ട് കാര്യമില്ല. പിൽക്കാലത്ത് മറ്റു പല പത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും കേരള കൗമുദി അതിന്റെ ഒരു ലീഡർഷിപ്പ് തന്നെ ഏറ്റെടുത്തു. എന്തായാലും തുടക്കകാലത്ത് അവഗണിക്കുകയും ഇടക്കാലത്ത് ശ്രീ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി വലിയ സ്നേഹം പത്രത്തിന് തോന്നുകയും ചെയ്ത് സെമിനാറുകൾ വരെ നടത്തി തലസ്ഥാനത്ത് ഒക്കെ ചെയ്യുകയും പിന്നീട് മലക്കം മറിഞ്ഞ് 140 ദിവസത്തെ സമരത്തിലൂടെ പ്രോജക്റ്റിനെ കൊല്ലാൻ തീരുമാനമെടുത്ത പത്രം ഇന്നലെയാണെന്ന് തോന്നുന്നു. 3 ലക്ഷം പ്രതീക്ഷിച്ചിടത്ത് വന്നു 4 ഇരട്ടി. ടൈറ്റിൽ അഴിയണ സിനിമ. 3 ലക്ഷം പ്രതീക്ഷിച്ചിടത്ത് വന്നു 4 ഇരട്ടി. ബാലു സുധാകരൻ ആണ് ലേഖകൻ. അദ്ദേഹത്തിന് മനോരമയുടെ പിൽക്കാല ചരിത്രമെല്ലാം അറിയാമോന്ന് എനിക്കറിയില്ല. വഴിമുടക്കിയ 2 തടസ്സങ്ങളെയും അദാനി നേട്ടമാക്കി. വിഴിഞ്ഞത്ത് കപ്പൽ ചാകര. നമ്മൾ ആരും ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഒരു ചാകരയും ഇവിടെ വന്നിട്ടില്ല. പരമാവധി 7 കപ്പല്, ബർത്തിൽ 2 കപ്പല്, അഗിതേത അടക്കം 10 കപ്പലുകൾ ഉണ്ടായിരുന്ന സന്ദർഭമുണ്ട്. ഒരു ചാകരയും ഇവിടെ സംഭവിച്ചിട്ടില്ല. മനോരമയ്ക്കിപ്പോ വിഴിഞ്ഞത്ത് കപ്പൽ ചാകര. ഒരിക്കൽ തടസ്സങ്ങളുടെ വേലിയേറ്റമായിരുന്നു വിഴിഞ്ഞത്ത്. സത്യമാണല്ലോ അത്. നിങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ തടസ്സം സൃഷ്ടിച്ചത്. പ്രത്യേകിച്ച് 140 ദിവസത്തെ സമരത്തിലൂടെ പ്രോജക്റ്റിനെ കൊല്ലാൻ എല്ലാ എരിവും പുളിവും തീയും തീയിൽ എണ്ണയും ഒക്കെ ഒഴിച്ചു കൊടുത്തത് നിങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാ തടസ്സങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഒരിക്കൽ തടസ്സങ്ങളുടെ വേലിയേറ്റമായിരുന്നു വിഴിഞ്ഞത്ത്. എന്നാൽ ആ തടസ്സങ്ങളിൽ നിന്ന് തന്നെ പാഠം ഉൾക്കൊണ്ട പ്രവർത്തനമാണ് ഇന്ന് നേട്ടങ്ങളുടെ നെറുകയിൽ വിഴിഞ്ഞം തുറമുഖത്തെ എത്തിച്ചത്. അതിൽ മനോരമയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ലോകത്ത് ഒരു തുറമുഖവും പ്രവർത്തനം തുടങ്ങിയ ആദ്യ വർഷം വിഴിഞ്ഞത്തേതുപോലെ ഇത്രയും കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തിട്ടില്ല. എന്റെ സുഹൃത്തെ, എനിക്കറിയില്ല, അദ്ദേഹത്തിന്റെ പ്രായം അറിയില്ല, ബാലു സുധാകരൻ, നിങ്ങൾ ചൈനയിലെ തുറമുഖങ്ങളെ കുറിച്ചൊന്ന് പഠിക്കണം. വിഴിഞ്ഞത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. 10 ലക്ഷം കണ്ടെയ്നർ എന്ന് പറയുന്നത് പീനട്ടാണ്. ഇഫ് യു ഗീവ് പീനട്ട് യു വിൽ ഗെറ്റ് മങ്കീസ് എന്ന് പറയുന്നത് പോലെ 10 ലക്ഷം ലോക കണ്ടെയ്നർ രംഗത്ത് ഒന്നുമല്ല. നിങ്ങൾ സിംഗപ്പൂരിന്റെ ചരിത്രം പഠിക്കുക. തുടങ്ങിയ വർഷം അവർ എത്ര കൈകാര്യം ചെയ്തു? ചൈനയിലെ 36ഓളം പോർട്ടുകളുണ്ട്. അവർ തുടങ്ങിയ വർഷം എത്രത്തോളം കൈകാര്യം ചെയ്തു? നമ്മൾ എവിടെ എത്തിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. ഇനിയിപ്പോ നിങ്ങൾ അങ്ങനെ ചാമ്പ്യൻഷിപ്പ് ഏറ്റെടുക്കുകയാണ്. മനോരമ പറയുന്നതാണ് വേദവാക്യം. ലോകത്ത് ഒരു തുറമുഖവും പ്രവർത്തനം തുടങ്ങി ആദ്യ വർഷം വിഴിഞ്ഞത്തേതുപോലെ ഇത്രയും കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തിട്ടില്ല. വേണമെങ്കിൽ പരിശോധിച്ച് കണക്ക് നിരത്തി നിങ്ങൾക്ക് തരാം. വിഴിഞ്ഞത്തെ ദക്ഷിണേന്ത്യയിലെ തന്നെ നമ്പർ 1 തുറമുഖമാക്കി മാറ്റുന്നത് എന്തെല്ലാമാണ്. അപ്പൊ നിങ്ങൾക്കറിയാമല്ലോ, നമ്പർ 1 തുറമുഖമാകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാണ് അതിനെ കൊല്ലാൻ മുന്നിട്ട് നിന്നത്? അതിനെ കുഴിച്ചു മൂടാൻ എന്തിനാണ് നിങ്ങൾ മുന്നിട്ടിറങ്ങിയത്? അതിനെ അവഗണിച്ച് ചവിട്ടിത്താഴ്ത്തി ചവറ്റുകുട്ടയിൽ വിട്ടത് എന്തിനാണ്? ഇതൊക്കെ അറിയുന്ന മലയാളികൾ കേരളത്തിലുണ്ട്, വായനക്കാർ ഉണ്ട് എന്നെങ്കിലും എന്റെ ബഹുമാനപ്പെട്ട ബാലു സുധാകരൻ ലേഖകനും ഇതിന്റെ എഡിറ്റർമാരും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ തനിനിറം നല്ലവണ്ണം മനസ്സിലാക്കിയവരാണ് കേരളീയർ. ഇവിടം തേടിയെത്താൻ കപ്പൽ കമ്പനികൾ മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു കപ്പൽ കമ്പനികളും മത്സരിക്കുന്നതായിട്ട് അറിവില്ല. നാളെ മത്സരിച്ചേക്കാം. ഇവിടെ MSC എന്ന് പറയുന്ന ഒരു കമ്പനി ഇപ്പോൾ കാര്യങ്ങൾ നിർവഹിച്ച് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിന്റെ നീളം കൂട്ടുന്ന ഏത് കമ്പനിയാണ് മത്സരിക്കുന്നതെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഞങ്ങൾക്ക് അറിവില്ല. ഇനി ഞങ്ങൾ അറിയാതെ മനോരമയ്ക്ക് വല്ല സീക്രട്ട് വിവരങ്ങളും ലഭിക്കുന്നുണ്ടോ? മേഴ്സ്ക് തുടക്കത്തിൽ വന്നു. അത് കഴിഞ്ഞ് പിന്നെ MSC പൂർണ്ണമായും ഏറ്റെടുത്തു. MSCയുടെ കോൺട്രാക്ട് എടുത്തിട്ടുള്ള വേറെ ചില ചെറിയ കപ്പൽ കമ്പനികളുടെ പ്രവർത്തനമല്ലാതെ ഇവിടെ തേടിയെത്താൻ കപ്പൽ കമ്പനികൾ മത്സരിക്കുന്നത് ഞങ്ങൾക്കൊരു പുതിയ അറിവാണ്. മത്സരിക്കുന്ന ഒരു കാലം വരും. ബെർത്തിന്റെ നീളം 2000-ഉം 4000-ഉം 5000-ഉം 15,000-ഉം ഒക്കെ ആയിട്ട് കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും മത്സരിക്കുന്ന കമ്പനികൾ ഉണ്ടാവും. അങ്ങനെ കൂട്ടാനുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ദയവേത് നടത്തേണ്ടത്. ദയവേത് ഇനി അതിനെ കൊല്ലരുത്.
സ്വർണ്ണമുട്ടയിടുന്ന താറാവാണ്. അതിന്റെ കഴുത്ത് ചരിച്ച് ഇനിയും നിങ്ങൾ കൊല്ലാൻ തയ്യാറാവരുത് എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് ഇപ്പോ വിഴിഞ്ഞത്ത് കപ്പൽ ചാകര എന്നൊക്കെ എഴുതാൻ ശ്രമിക്കുന്നവർ ഇനിയെങ്കിലും കേരളത്തെയും ഇന്ത്യയെയും കൊല്ലുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കരുത്.